ഈ ബിഗ് ബോസിന്റെ കണ്ടന്റ്സ് ഒക്കെ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ ഒരിക്കൽ വീഡിയോ സെൻഡ് ചെയ്ത് തന്നിട്ട് ഒരു കാര്യം ചോദിക്കണ്ടായി. ഇപ്പൊ കഴിഞ്ഞ സീസൺ 6 ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ്, ആ കുട്ടി എപ്പോഴും മൂക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ വെള്ളം അലർജിയാണ് എന്നൊക്കെ പറയും. അത് പുറത്ത് വന്നപ്പോ ആ കുട്ടീനെ കുറച്ച് ഹൈജീൻ കുറവുള്ള കുട്ടി എന്നുള്ള രീതിയിലാണ് പുറത്ത് ഇതിനെ പോർട്രേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അലർജി ഇങ്ങനെയാണോ, അല്ലെങ്കിൽ അലർജി ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ഉണ്ടാവുമോ? കാരണം ആ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ആ കുട്ടിക്ക് ചെറുപ്പം മുതൽ തന്നെ അവർ അലർജിയുടെ പേഷ്യന്റ് ആണ്, ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് എന്നൊക്കെ. അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന അസുഖമുള്ള ആളുകൾക്ക് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണമാണ് ഈ മൂക്ക് ചൊറിയ, കണ്ണ് ചൊറിയ എന്നുള്ളതൊക്കെ. ഓരോരുത്തർക്കും വരുന്ന ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ചിലർക്ക് പൊടി തട്ടുമ്പോഴായിരിക്കാം, ചിലർക്ക് വെള്ളം മാറി കുളിക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സ് വരുമ്പോൾ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂക്ക് ചൊറിയ, കണ്ണ് ചൊറിയ, വായയുടെ അകത്തൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ജലദോഷം വരും, മൂക്കൊലിപ്പ് വരും, അതുപോലെ എപ്പോഴും തുമ്മൽ വരാം. രാവിലെ എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെയൊക്കെ തുമ്മുന്ന പേഷ്യൻസിനെ നമ്മൾ കാണാറുണ്ട്. ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ട്രീറ്റ്മെന്റ് എടുക്കുക, അതിന്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നമുക്കിതിന് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ. അതുപോലെ തന്നെ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ പല ഹാബിറ്റ്സും, ഇതുപോലെയുള്ള പല ഹാബിറ്റ്സും ഇങ്ങനെയുള്ള രോഗികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പേഴ്സണൽ ഹൈജീൻ മാനേജ് ചെയ്യുക എന്നുള്ളതും ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ അലർജിക്ക് ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ അലർജിക് പേഷ്യൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് ഇങ്ങനെയുള്ള കോമൺ ലക്ഷണങ്ങൾ കാണാറുണ്ട് എന്നുള്ളതാണ്.